സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ചികിത്സാ പിഴവ് ആരോപണം ഇപ്പോൾ ഇങ്ങനെ തുടർക്കഥയാവുന്നത് പലയിടങ്ങളിലും. ഇന്നിപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുമാണ് ഒരു പുതിയ വാർത്ത വന്നത്. അവിടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഗുരുതരാവസ്ഥയിലായ ജാരിയത്ത് എന്ന 22-കാരി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത്. വീഴ്ചയില്ല എന്നും പ്രസവശേഷം യുവതിക്ക് രക്തസമ്മർദ്ദം കൂടിയെന്നുമാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് കൊല്ലം തേവലക്കര സ്വദേശിനി ജാരിയത്തിന്റെ ആരോഗ്യനില ഗുരുതരമായത്. പിന്നാലെ ആലപ്പുഴ വണ്ടാൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് യുവതിയുടെ മരണം സംഭവിച്ചത്. കരുനാഗപ്പള്ളി ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയിൽ പിഴവുണ്ടായെന്ന് ജാരിയത്തിന്റെ കുടുംബം ആരോപിച്ചു. അനസ്തേഷ്യ നൽകാൻ ഡോക്ടറെ പുറത്തുനിന്ന് കൊണ്ടുവരികയായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർക്ക് 2500 രൂപ ആവശ്യപ്പെട്ടെന്നും ബന്ധുക്കൾ. മയക്ക് ഡോക്ടർ തിരുവല്ലായിന്ന് വരുത്തണമെങ്കിൽ 2500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു. ദീപ്തി ഡോക്ടർ സിസ്റ്റർമാർ കഷ്ടം ഒന്നും ഉണ്ടല്ല, അവർ ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ കുഞ്ഞിൻ്റെ രംഗവും കണ്ടുകൊണ്ട് നിൽക്കുക. പൈസ എൻ്റെ മോന് ഈ സിസ്റ്ററെ കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഈ ഡോക്ടർ വന്ന് മേടിച്ചുകൊണ്ട് പോയി. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ചികിത്സാ പിഴവായിട്ടല്ലാതെ നമ്മൾ സിസ്റ്ററിനൊക്കെ ചെയ്തു, പെട്ടെന്ന് അതിന്റെ BP കുറഞ്ഞു, എന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിട്ടു. സംഭവത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.